ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ, ഏറ്റവും കൂടുതൽ കുട്ടികൾ, പോഷകാഹാരം കിട്ടാത്തവർ. അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ, അത് കേരളമാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഇടതുപക്ഷം ചരിത്രത്തിൽ എഴുതി വെച്ചതൊന്നും മായ്ച്ചു കളയാൻ കഴിയില്ല. മുതലാളിത്തത്തിന്റെ അതിതീവ്രമായ പ്രതിസന്ധിയുടെ ഒരു ദുരന്ത കാലത്ത് ഒരു കൊച്ചു കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഒരു ദശാബ്ദത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് സാധിച്ചു എന്ന ചരിത്ര സത്യത്തെ ആർക്കും മായ്ച്ചിടാൻ കഴിയില്ല. അതവിടെ തന്നെ നിൽക്കും. എന്നാൽ അതാണോ പൊതുവായി ഇന്ത്യയിൽ ചിന്തിച്ചിരിക്കുന്നത്? അല്ലല്ലോ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത്ര നല്ല കാര്യം ചെയ്താൽ ജയിക്കണ്ടേന്ന്. നല്ല കാര്യം ചെയ്തു എന്നൊന്നും മാത്രം ജയിച്ചില്ല കേട്ടോ. ആ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഏതെല്ലാം തരം മനുഷ്യരാ നമ്മുടെ നാട്ടിൽ, ഏതെല്ലാം തരം മനുഷ്യരുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. എത്ര സ്ഥാനം കിട്ടിയാലും തികയൂല എന്ന് പറഞ്ഞ് കിട്ടാണ്ടിരുന്നാൽ അപ്പുറത്ത് പോണ ആളുകളുടെ നാട്ടിലല്ലേ നമ്മൾ ജീവിച്ചിട്ട്. അങ്ങനെയല്ലേ? പലതരം മനുഷ്യരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് വേറെയാണ് കാര്യം. പക്ഷെ നമ്മളിത് നല്ല കാര്യങ്ങളായിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. എന്നാൽ കേന്ദ്ര നയങ്ങൾ ഇങ്ങനെയാ പോണത്. ഈ ദുർബല ജനവിഭാഗങ്ങൾക്കുള്ള സഹായങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുകയാണ്. ആ വെട്ടിക്കുറയ്ക്കല് ഇപ്പൊ നോക്കൂ, തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പാസ്സാക്കിയാത്ത അതേ ഗവൺമെന്റാണ്, കൃഷിക്കാരന്റെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുന്ന അതേ ഗവൺമെന്റാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ജനവിരുദ്ധ നിലപാട് ഇപ്പൊ സ്വീകരിച്ചത്. ജൂലൈ 1-ാം തീയതി ദേശീയ തൊഴിലുറപ്പ് നിയമമല്ലാതായി. തൊഴിലവകാശം മൗലികാവകാശമാക്കി കിട്ടിയ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പുരോഗമനപരമായ നിയമത്തെയാണ് ഒരു മടിയും കൂടാതെ നിഷ്കരുണം RSS BJPയുടെ ഗവൺമെന്റ് വേണ്ടെന്ന് വെച്ചത്. എത്ര കോടി തൊഴിലാളികളാണ് അതിന്റെ പ്രയാസം അനുഭവിക്കുന്നത്. നടാടെ കുറച്ച് കൂലി കിട്ടി, അതിൽ തന്നെ മഹാഭൂരിപക്ഷ സ്ത്രീകൾ, സ്ഥിരം കുറച്ച് ജോലി കിട്ടി, ഒരു തൊഴിലുറപ്പുണ്ടായി, സമരം ചെയ്താൽ ജോലി കിട്ടുമ്പോൾ സ്ത്രീകളുണ്ടായി. നിഷ്കരണം അത് വായിച്ചു കളഞ്ഞില്ലേ? അങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ വേണ്ടെന്ന് വെച്ചില്ലേ? ഇനി വന്ന നിയമത്തിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ചെലവിന്റെ വലിയ പങ്ക് സംസ്ഥാനം വഹിക്കുന്ന ഒരു സ്ഥലത്ത് സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി ദുർബലപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ എത്ര ദിവസത്തെ പണി കിട്ടും? ബലത്തിൽ ആ പദ്ധതി അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിക്ക്, ഇല്ലാതാവുന്ന സ്ഥിതിക്ക് വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങാം. വലിയ സമരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പ്രയോഗിച്ചു നോക്കാം. എത്രത്തോളം തൊഴിലാളി വിരുദ്ധമാണ്. കൂലി, മിനിമം കൂലി ഉറപ്പാക്കിയതാണ് തൊഴിലുറപ്പ്. അതൊരിക്കലും നടപ്പിലാക്കില്ല. എന്നാലും പൊതുവെ നാട്ടുപുറത്ത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ, നാട്ടുപുറത്തെ കൂലിയേക്കാൾ മെച്ചായിരുന്നു തൊഴിലുറപ്പ്. അത് പോയി. നമുക്ക് ഒരു അന്ത്യോദയ അന്നയോജന ഉണ്ടായിരുന്നു. 35 കിലോ അരി കിട്ടി. കോവിഡ് കാലത്തിൽ 5 കിലോ അധികവും കിട്ടി. 35 കിലോ അരി കിട്ടിയാൽ അത് തികയോ? ശാസ്ത്രീയ കണക്കനുസരിച്ച് ഒരു കുടുംബത്തിന്, അച്ഛനും അമ്മയും 2 കുട്ടികളുമുള്ള ഒരു കുടുംബത്തിന് പോഷകാഹാര കുറവില്ലാതെ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 60 കിലോ ഭക്ഷ്യധാന്യം കിട്ടണം. 60 കിലോ കിട്ടണം. 60 കിലോ കിട്ടേണ്ടിടത്താണ് എത്രയാക്കിയത്? 35 ആക്കിയത്. ഇപ്പോഴോ? ഇപ്പൊ അത് 28 കിലോ ആക്കി ചുരുക്കി. വില കുറഞ്ഞ അരി 7 കിലോ വെട്ടി കുറച്ചാൽ അതിന്റെ ലാഭം ആർക്കാ കിട്ടുക? കേന്ദ്ര ഗവൺമെന്റിനാണ്. എന്താ ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, രാജ്യത്തിന്റെ സാമ്പത്തിക പ്രയാസം വരുമ്പോ കോർപ്പറേറ്റ് മുതലാളിയുടെ ലാഭം കിട്ടുന്ന കോർപ്പറേറ്റ് മുതലാളിയുടെ നികുതി വർദ്ധിപ്പിക്കാതെ പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന അരിയിലെ 7 കിലോ അരി പിടിച്ചെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. പാവങ്ങൾ ശിക്ഷിക്കപ്പെടണം, അവർക്കാണ് ബുദ്ധിമുട്ട്. ഇന്ത്യ പോലുള്ള ഒരു സമൂഹത്തിന് ചെയ്യാൻ പറ്റുമോ? അമേരിക്കയുമായി ഉണ്ടാക്കുന്ന കാർഷിക കരാറിന്റെ ഭാഗമായി എന്താ സംഭവിക്കുക? ഭക്ഷ്യസുരക്ഷ ഇല്ലാത്തത്. ഭക്ഷ്യസുരക്ഷ തകർക്കുന്ന കരാറാണ്
അമേരിക്കയുമായി നരേന്ദ്രമോദി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി പാവങ്ങൾക്ക് ഉള്ള ഭക്ഷണം തന്നെ ഇല്ലാതാകാൻ പോകുന്നു. ആ സമയത്താണ് സൗജന്യമായി കിട്ടിക്കൊണ്ടിരുന്ന, വില കുറച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യധാന്യം വെട്ടിക്കുറയ്ക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് തയ്യാറാവുന്നു. ഓരോ ചലനത്തിലും ദുർബല ജനവിഭാഗങ്ങൾക്ക് എതിരാണ് ഈ കേന്ദ്ര ഭരണം എന്ന തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിലുണ്ടാവും. എല്ലാ നിലയിലും. ഇപ്പൊ കാർഷിക പരിഷ്കരണം നടപ്പിലാക്കില്ല മാത്രമല്ല, ഭൂപരിഷ്കരണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ എന്ന് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. മഹാനഗരങ്ങളിൽ മുഴുവൻ അതിനുശേഷം ഭൂമിയുടെ പൂളിംഗ് നടത്തി വലിയ ഭൂമി കച്ചവടക്കാരുടെ കയ്യിലേക്ക് 10,000-കണക്കിന് ഏക്കർ ഭൂമി എത്തിച്ചു കൊടുക്കുന്ന നിയമനിർമ്മാണങ്ങളാണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയത്. കേരളത്തിൽ നമ്മള് ഭൂപരിഷ്കരണ നിയമത്തിൽ വെള്ളം ചേർത്തിട്ടില്ല. ഇപ്പൊ ഈ പുതിയ ഗവൺമെന്റ് വന്നിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭൂപരിഷ്കരണ നിയമത്തിൽ വെള്ളം ചേർത്ത് അതിസമ്പന്നർക്കും ശതകോടീശ്വരന്മാർക്കും കേരളത്തിൽ 10,000-കണക്കിന് ഏക്കർ ഭൂമി സ്വന്തം കയ്യിൽ പല പേരുകളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു കൊലച്ചതിയാണ് ഈ പുതിയ ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്നത്.